അഭിലാഷ്, ഇപ്പോൾ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരാൻ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. ഇവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. 3 മണി വരെ നടന്നത് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനമല്ല എന്ന് പറയുന്നു. എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നു, അതിനുശേഷമാണ് ആ രൂപത്തിൽ ശാസ്ത്രീയമായ ഒരു തിരച്ചിലേക്ക് കടന്നത് എന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ ഒരു മാറ്റമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അഭിലാഷൻ? രഞ്ജിത്ത് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇന്ന് 3 മണിക്ക് ശേഷം മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിലേക്ക് വന്നത് എന്നുള്ളതാണ്. നേരത്തെ നടന്ന വഴിമാറിപ്പോയോ എന്നുള്ള സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ രക്ഷാപ്രവർത്തനം വഴിമാറിപ്പോയി എന്ന് തന്നെയാണ് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന റെസ്ക്യൂവിൻ്റെ ടീം അംഗം കൂടിയായ രഞ്ജിത്ത് പറയുകയും ചെയ്തത്. ഈ കുടുംബങ്ങളൊക്കെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും റോഡ് നന്നാക്കാനാണ് ഈ റെസ്ക്യൂ സംഘത്തിൻ്റെ നീക്കമൊക്കെ എന്നുള്ള ആരോപണങ്ങളൊക്കെ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ മണ്ണ് നീക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമായ ഒരു ഘടകം കൂടിയായിരുന്നു. ഏതായാലും ഇപ്പോൾ രഞ്ജിത്ത് പറയുന്ന പ്രകാരമാണെങ്കിൽ 10 മണി വരെ ഇന്ന് ഈ റെസ്ക്യൂ തുടരുമെന്നാണ്. കാരണം പ്രതികൂല സാഹചര്യമാണ്. വൈകുന്നേരം 7 മണി 8 മണിയോടുകൂടി ഈ പ്രവർത്തനം നിർത്താനായിരുന്നു നേരത്തെ ആലോചന ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ നൽകിയിരിക്കുന്ന ഒരു ധൈര്യവും ആത്മവിശ്വാസവുമുണ്ട് NDRF സംഘത്തിന്. ഞങ്ങൾ കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 10 മണി വരെ ഈ റെസ്ക്യൂ തുടരാനുള്ള ഒരു നീക്കം നടത്തുന്നത്. പ്രത്യേകിച്ച് 22 അടിയോളം ഉയരത്തിൽ മണ്ണുണ്ട്. അതായത് ഈ വാഹനത്തിൻ്റെ മുകളിലാണെങ്കിൽ ഏതാണ്ട് 12-13 അടിയോളം ഉയരത്തിൽ മണ്ണുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങ് 15 അടിയോളം ഉൾഭാഗത്തേക്കാണ് ഈ വാഹനമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരെയുള്ള മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് ഈ സമയത്ത് അസാധ്യമായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ മുകളിൽ ഇപ്പോൾ സ്കെച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കാരണം ഈ റഡാർ പരിശോധനയിൽ ഇത്തരത്തിലൊരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ഭാഗമുണ്ട് എന്നുള്ള സംശയമായി 70% ഒരു ഉറപ്പ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, NIT സംഘത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ മാത്രം മണ്ണ് കോരിയെടുത്തതിന് ശേഷം ഈ വാഹനത്തിൽ നിന്ന് അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് 22 അടിയിലേക്ക് മണ്ണ് കുഴിക്കുക എന്നുള്ളത് എത്ര സമയമെടുക്കുന്ന ജോലിയാണ്? എന്താണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്? അവർ പറയുന്നത് 10 മണിയോടുകൂടി ഈ ദൗത്യത്തിൻ്റെ കാരണം അടിയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ്. കൂടുതൽ വാഹനങ്ങൾ അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം അകത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും വാഹനങ്ങൾ കൂടുതൽ പോകുന്നു എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.